ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായാലോ. അതായത് ഡേ ഇൻ മൈ ലൈഫ്. ചെന്നപ്പാടന്നെ അനിയത്തിൻ്റെ മോള് ഓറഞ്ചും കൊണ്ട് അങ്ങോട്ട് വെൽക്കം ചെയ്തു. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് തന്നെ അത് അവൾ വീഡിയോക്ക് ഇങ്ങനെ കാട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്മോൾക്കും തന്നെ അവളുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഓറഞ്ചാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് എനിക്ക് തന്നിട്ടോ. കിച്ചണിൽ ചെന്നപ്പോൾ ഉമ്മണ്ട് ഫസ്റ്റായിട്ട് ഉണ്ടായ ഇടിച്ചക്ക കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോളൊക്കെ വന്നതല്ലേ, ഇടിച്ചക്കാണ് വെച്ചിട്ട് അങ്ങോട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ നമ്മളവിടെ ഇലക്ഷൻ നടന്നതിൽ ഇലക്ഷനിൽ ഫെയിൽഡായവരെ ഒരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി റൈസും അതേപോലെ അതുക്കുള്ള പട്ട, ഏലക്ക, സൺഫ്ലവർ ഓയിൽ, പപ്പടം, പിന്നെ ചായപ്പൊടി. അങ്ങനെ അവർ സന്തോഷത്തിന് അവർ തന്നതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് തിരയിൽ തുടങ്ങി. അപ്പോൾ കാലിയായിട്ടുള്ളൊരു ചിപ്സിൻ്റെ ഇത് കണ്ടു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതങ്ങോട്ട് തൊട്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തി എന്തോ ഓർഡർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഷോപ്സിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വല്യമ്മ ഒരു പരാതി പറഞ്ഞു, ഇന്നെന്തോ കടിച്ചു എന്ന്. അപ്പോൾ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളത് ChatGPTനോടൊക്കെ ചോദിച്ച്, അപ്പോൾ അത് കൊതുകോ അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞു. പിന്നെ ഉമ്മ തലേന്ന് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേരക്കെടുത്തുനിന്ന് അച്ചപ്പം കൊണ്ടുവന്ന്, കാരണം വൈകുന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്, അതായത് കുഴിയപ്പം അതുണ്ടാക്കാൻ കരുതിയിട്ട് ശർക്കരക്ക് വേണ്ടി പോയതന്നെ പച്ചപ്പം വാങ്ങി. പിന്നെ പേരക്ക് കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ മുറ്റത്തിലൂടെയൊക്കെ നടന്നപ്പോൾ ഉമ്മാൻ്റെ ചെടികളൊക്കെ ഒന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഇത് ജമന്തിയാണ് തോന്നൂല, പക്ഷേ ജമന്തി അല്ല കേട്ടോ, ചെറിയ റോസാണ്. നല്ല രസമുണ്ടല്ലേ കാണാനും. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തലേന്നത്തെ തേങ്ങാച്ചോറും ബീഫ് കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അനിയത്തി സ്കൂട്ടി പഠിക്കുകയാണ്. അനിയൻ്റെ സ്കൂട്ടിയായിരുന്നു. അപ്പോൾ അത് അവൾ ഉന്തിത്തള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറൊരാളൊരു വരവുണ്ട്. അതിനിടയിൽ ഉമ്മ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് മിഠായിസ് ഉണ്ടായിരുന്നു. ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. കമർക്കട്ട്, പിന്നെന്താണ് ജോക്കർ മിഠായി. ഇതിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ കർച്ചാപ്പറച്ചി അങ്ങനെ എന്തോ ആണ് പറയുന്നുണ്ടോ. അതിന് ശേഷം പോരാളിൻ്റെ ഒരു സ്കൂട്ടി ഓട്ടമായിരുന്നു കേട്ടോ. അടുത്ത ആളുതാ അനിയത്തി ഓട്ടുന്നത് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ച് അങ്ങോട്ട് പോയിന്. പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ നമ്മളെ അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓട്ടിയപ്പോൾ അവളും ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളെന്താല്ലേ മുതൽ സ്കൂട്ടി നടത്തിക്കാണ്. സ്കൂട്ടിനെ നമ്മൾ നടത്തം പഠിപ്പിക്കൂലേ, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോവും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ ഓരോരോ ഇതാക്കലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിന് പോന്ന് നോക്കുമ്പോൾ ഉമ്മ ഇവിടെ കുഴിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ പോവാനുള്ളത് റെഡിയാക്കൽ തുടങ്ങി. മത്തൻ്റെ എല്ലാം ഉണ്ട്, ഇടിച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇടിച്ചക്ക വെച്ചതുണ്ട്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വേറെ ഒന്നും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് മുരിങ്ങ അങ്ങോട്ട് പറിച്ചു. അല്ലപ്പോൾ എന്താ ചെയ്യല്ലേ. അങ്ങനെ അതൊക്കെ ഏറ്റി എടുത്ത്. പിന്നെ ഇതൊന്നും ഒരു പ്രിസർവേറ്റീവും ചേർക്കാത്തല്ലേ, നമ്മൾ വീട്ടിലുണ്ടായത് തന്നെയാണ്. പിന്നെ ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. മധുരം നല്ല സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്ത് കൊണ്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ സാധനങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഐറ്റംസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് കാട്ടി കൊടുത്താണ്. അതിലേറെ ഇഷ്ടമാണ് കേട്ടോ, കുഴിയപ്പത്തിലേറെ ഇഷ്ടമാണ് അടുത്ത ഐറ്റം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. 4 ദിവസം പഴക്കമുള്ളതാണെങ്കിലും നല്ല സാധനമാണ്. സാധനം 4 ദിവസം പഴക്കൊന്നുമില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം ഞാൻ പോരുന്ന ദിവസം ഉമ്മ അവിടെ എന്തുണ്ടാക്കിയാലും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കൊടുത്തയക്കൂട്ടോ. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കൂടി സപ്പോർട്ടും ചെയ്യുക. ഹായ് ഗൈസ്, എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ലാറൊക്കെ ഏറ്റവും ഇഷ്ടം ഈ സാധനമാണ്. ഇതെന്താ പറയുക, ദിസ് ഈസ് ഇടിച്ചക്ക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണിത്. ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. ഇതിലേക്ക് മുതിര ഇട്ടണതിക്ക് സൂപ്പർ ടേസ്റ്റ്. ഇതിൻ്റെ അമ്മായിമ്മ
എനിക്കും വേണ്ടിയാണ് പിന്നെ കൊടുത്തയച്ചതാണ്. സോ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. അടിപൊളി. ഈ ബാഗ് ഞാൻ ഷോപ്സിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. 183 രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി ബാഗ് തന്നെയാണ്. പിന്നെ എന്താണ് ബട്ടണാണ് കേട്ടോ വരുന്നത്. ഉള്ളിൽ വേറെ സിബും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് മീഷോ തന്നെ ഉണ്ട് കേട്ടോ. അതിലും റേറ്റ് കുറവാണ്. വീഡിയോ ഇത്രേ ഉള്ളൂ.